എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആരോഗ്യരംഗം ലോകോത്തര നിലവാരമുള്ളതാണ്, വളരെ നല്ലതാണ്, ലോകത്തിലെ ഏറ്റവും മികച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പത്രവാർത്ത എന്നെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ അതും സാധാരണ ജനത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയുമായിട്ടൊക്കെ എങ്ങനെയാണ് താരതമ്യം ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പം നമ്മുടെ ഈ മന്ത്രിമാരുടെ ചികിത്സാ ചെലവുകളായിട്ട് 1,73,00,000 രൂപ, അതായത് 1.7 ക്രോഡ്സ് രൂപ ഇവർ ചികിത്സയ്ക്കായിട്ട് എഴുതിയെടുത്തു എന്നാണ് പറയുന്നത്. മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് വകുപ്പിലാണ് എഴുതിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് മെഡിസെപ്പ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടൊരു ചികിത്സ കിട്ടുമോ? അപ്പോൾ ഇവർ അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർ ചികിത്സിച്ചതിന് ശേഷം ആ പൈസ എഴുതിയെടുക്കുന്ന സംവിധാനമാണ്. അതിനകത്ത് ആരും ഭരണ പ്രതിപക്ഷം ഉൾപ്പെടെ ആരും മോശക്കാരില്ല. ഓരോ മന്ത്രിമാരുടെയും ചാർട്ട് ഉൾപ്പെടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവർ എത്ര ലക്ഷം രൂപ വാങ്ങിച്ചു എന്നുള്ളത്. അതിനകത്ത് നമ്മുടെ മുഖ്യമന്ത്രി 77.74 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. 77.74 ലക്ഷം രൂപ 4 ദിവസം ചികിത്സയ്ക്കായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ 1,42,00,000 രൂപ അദ്ദേഹവും ചിലവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൈപ്പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള മുഴുവൻ മന്ത്രിമാരുടെ ലിസ്റ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവർക്ക് ഈ വിദേശങ്ങളിൽ പോയി ചികിത്സിക്കാം. ഓസ്ട്രേലിയയിലോ ജർമ്മനിയിലോ കാനഡയിലോ എവിടെയും പോയി ഇവർക്ക് ചികിത്സിക്കാം. ജലദോഷം വന്നാൽ ഓസ്ട്രേലിയക്ക് പോകാം. അല്ലെങ്കിൽ ഏത് അസുഖത്തിനും എവിടെ ഏത് രീതിയിലുള്ള ചികിത്സയും, കണ്ണാടി വാങ്ങിക്കാൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി, തോർത്ത് വാങ്ങിക്കാൻ ആയിരക്കണക്കിന് രൂപ മുടക്കി കഥകളൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവർ നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അവരുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ ഇങ്ങനെ ഈ ചികിത്സിക്കാൻ വേണ്ടി മാത്രം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ആളുകളെ ആരോഗ്യ നിലവാരമൊക്കെ നോക്കി തിരഞ്ഞെടുക്കേണ്ടതാണെന്നുള്ള വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ ലോകോത്തര നിലവാരമുള്ള ഈ സർക്കാർ സംവിധാനങ്ങൾ സാധാരണക്കാരൻ്റെ എന്നാൽ, ഇപ്പോൾ ഞാനൊരു ഇടുക്കി ജില്ലക്കാരനാണ്. ഇടുക്കി ജില്ലയിൽ ഞങ്ങളുടെ സമീപത്തുള്ള ഒരു ഡിസ്പെൻസറി ഉണ്ട്, ഇല്ലിപ്പാത്തിക്കുടി CSC എന്ന് പറയും. അവിടെ നേരത്തെ പല പല വീഡിയോകളും ഞാനായിട്ടും പല ആളുകളും ചെയ്തിട്ടുണ്ട്. അവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു, അത് നിർത്തി. അവിടെ OP ഇപ്പോൾ പല സമയങ്ങളിലും ഇല്ല. ഉള്ള സമയത്ത് നേരത്തെ അവർ അറിയിപ്പ് കൊടുക്കും, ഇന്ന ദിവസം ഇത്ര മണി ഒരു OP ഉണ്ട്. ആ സമയത്ത് ചെന്നാൽ ഒരു പാരസെറ്റമോൾ അവിടെ കിട്ടാനില്ല എന്ന് അവിടെ ചിലർ പറയുന്നു. അപ്പോൾ അവിടുന്ന് തൊട്ടടുത്ത മെഡിക്കൽ കോളേജായ 15 കിലോമീറ്റർ ദൂരമുള്ള 15-14 കിലോമീറ്റർ ദൂരമുള്ള ഇടുക്കി മെഡിക്കൽ കോളേജാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് അടുപ്പമുള്ള ഒരു മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഓരോ ദിവസം, ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു, അവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് തമ്മിൽ പ്രശ്നങ്ങളാണ്. അവർക്ക് ഈ MBBS പഠിക്കുന്ന ആളുകളും നേഴ്സിങ്ങിന് പഠിക്കുന്ന ആളുകൾക്കെല്ലാം ഒരേ ഹോസ്റ്റലിൽ, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത്, ഒരേ ലൈബ്രറിയിൽ, ഒരേ ഹാളിൽ വെച്ച് ക്ലാസ് നടക്കുന്നത്. അവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. അതിനുവേണ്ടി അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ ഈ അവിടുത്തെ ജീവനക്കാർ തന്നെ പറയുന്നു ഇതൊരു റെഫറൽ മെഡിക്കൽ കോളേജാണെന്നാണ്. അവർ തമാശ രൂപേണാണോ കാര്യമായിട്ടാണെന്ന് എനിക്കറിയത്തില്ല. അവിടെ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതൊരു റെഫറൽ മെഡിക്കൽ കോളേജാണ്. കാരണം അവിടെ ഒരു കാര്യത്തിനും ചികിത്സയില്ല. നമ്മളൊരു കൈ മുറിഞ്ഞോ, ഇല്ലെങ്കിൽ ഒരു പനി പിടിച്ചോ, ഇല്ലെങ്കിൽ എന്തൊരു വാദം വന്നോ, എന്തെങ്കിലും ആവശ്യത്തിന് എന്നാൽ അവിടെ ഉള്ള ഡോക്ടർമാർ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആളില്ല, ഈ പേരൊക്കെ പലരും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഉള്ള ആളുകൾ അവിടുന്ന് അവരൊരു ചീട്ടൊക്കെ എഴുതി കൊടുത്ത് തൊട്ടപ്പുറം അടുത്ത മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, 120-140 കിലോമീറ്റർ ഉള്ളൂ. അങ്ങോട്ടാണ് റെഫർ ചെയ്യുന്നത്. അവിടെ പോയി ചികിത്സയൊക്കെ അതിൻ്റെ സൗകര്യം പോലെ ആൾക്കാർ കിട്ടിയാലോ എന്നുള്ള ബാക്കി നമ്മളെല്ലാവരും പത്രദ്വാര എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ സാധാരണക്കാരൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് അവൻ എവിടെ പോകണം? അവൻ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കാനേ മാർഗമുള്ളൂ. നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്കറിയാം. സ്വകാര്യ ആശുപത്രികൾ, ചെറുകിട ആശുപത്രികളെല്ലാം ഓരോ ദിവസവും പൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കൊണ്ടിരിക്കുക. 1-2 ഡോക്ടർമാരൊക്കെ വെച്ച് അവർ സ്വന്തമായിട്ടൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ ക്ലിനിക്കുകൾ പോലെ എല്ലാവരും ഉള്ളത്. ഒക്കെ പലതും തകർച്ചയുടെ വക്കിലാണ്. അവർക്ക് ബുദ്ധിമുട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. സ്റ്റാഫിൻ്റെ ശമ്പളമായി അവർ മറ്റ് പല പല കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൻകിട ആശുപത്രികളെ നമ്മൾ സമീപിക്കേണ്ടതായിട്ട് വരും. അവിടെയാണ് നമ്മുടെ ഈ മെഡിക്കൽ രംഗത്തെ കച്ചവടം, ഇല്ലെങ്കിൽ ഈ ആതുര സേവന രംഗത്തെ ഇവർ നമ്മളെ സ്നേഹിക്കുന്ന ഈ മനുഷ്യസ്നേഹപരമായ പ്രവൃത്തികളെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു ആശുപത്രിയിൽ ഒരു ചെക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസം അഡ്മിറ്റ് ആകേണ്ടി വന്നു. അവിടെ ചെന്നു. മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രമുഖമായ ഒരു ആശുപത്രി, നല്ല പേരും പെരുമയുണ്ട്, നല്ല തരത്തിലുള്ള ഡോക്ടർമാർ, നല്ല ഹൗസ് കീപ്പിങ്, നല്ല ചിരിച്ചുകൊണ്ടുള്ള ഇടപെടൽ, ഒരു 5-8-10 നില ഉയരത്തിലുള്ള ഒരു ബിൽഡിങ്, എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളവിടെ കയറി ചെന്നാൽ അവർ ഈ അഡ്മിറ്റ് ചെയ്യുന്ന അപ്പോൾ തന്നെ പറയുന്നത് ഒരു മുറിക്കാൻ 1300, സിംഗിൾ റൂമിന് 1300 രൂപ വാടകയുള്ളൂ. അതിന് 1300 വാടകയിൽ ഒരു 200 രൂപ എക്സ്ട്രാ ഹൗസ് കീപ്പിങ്ങിനായിട്ട് കൊടുക്കണം. അതൊക്കെ സംഭവിച്ചുകൊണ്ടാണ് കയറുന്നത്, എല്ലാത്തൊരു കയറേണ്ട കാര്യമില്ല. അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ബൈസ്റ്റാൻഡർക്കും ഇല്ലൊരു പേഷ്യൻറ്റും അവർക്ക് 2 മണിക്കൂർ അങ്ങാണ്ട് പുറത്തുനിന്നുള്ള വിസിറ്റേഷനെ അനുവദിക്കുകയുള്ളൂ. അതെപ്പോഴാണെന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ടി വന്നില്ല. ഇവർക്കല്ലാതെ വേറെ ആർക്കും അതിനകത്തേക്ക് പ്രവേശനമില്ല. അതിൽ ഈ പേഷ്യൻ്റായിട്ട് വരുന്ന ആൾ, ഇല്ലേ രോഗിക്ക് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമില്ല.
ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് എത്ര ആരോഗ്യമുള്ള ആളായാലും ശരി, അത് അവരുടേതായ ഒരു ഡ്രസ്സൊക്കെ കഴിച്ച് അവരൊന്നെങ്കിൽ വീൽ ചെയറിൽ ഇല്ലെങ്കിൽ സ്ട്രെച്ചറിൽ അവർ കൊണ്ടുപോകത്തുള്ളൂ, അല്ലാതെ പോകാൻ മാർഗ്ഗമില്ല. അതിനേക്കാൾ ഒരു ഭീകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു ഫുഡും ഇവർ സമ്മതിക്കില്ല. ആ കോമ്പൗണ്ടിനകത്തേക്ക് പുറത്തുനിന്നുള്ള ഒരു ഫുഡും അവർ സമ്മതിക്കത്തില്ല. ഈ ബൈസ്റ്റാൻഡർക്ക് വേണമെങ്കിൽ പുറത്തു പോയി കഴിക്കാം, പക്ഷേ പാഴ്സൽ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്തും ഈ രോഗികൾ പല രീതിയിലുള്ള പീഡകൾ അനുഭവിക്കുന്നില്ല. അത് വളരെ നിസ്സാരമൊന്നുമല്ല. ഇപ്പോൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഏത് ക്യാൻറ്റീനാണ് നമ്മൾ വിചാരിക്കുന്നത് അത് സാധാരണ പുറത്തുള്ള ഹോട്ടലുകളേക്കാൾ വളരെ മിതമായ നിരക്കിലായിരിക്കുക. ഇതൊരിക്കലും അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ കൃത്യമായിട്ടൊരു മെനു ഒക്കെ ചെയ്ത് ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ മാന്യതയിൽ കുറച്ച് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് ഒരു ചായക്ക് 18 രൂപ. അതായത് പുറത്ത് നമ്മൾ സാധാരണ ഇന്ത്യൻ ഓഫീസിലൊക്കെ കിട്ടുന്ന ചെറിയ സ്റ്റീലിൻ്റെ ചെറിയ ഗ്ലാസ്, അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. ആ ഗ്ലാസിൻ്റെ ആ ചായക്ക് 18 രൂപ. അത് ഒരിക്കലും ചൂടായിട്ട് നമുക്ക് കിട്ടത്തില്ല. കാരണം ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഉള്ള ക്യാൻറ്റീനിൽ നിന്ന് ഈ 6th ഫ്ലോറിലോ 5th ഫ്ലോറിലോ വരുമ്പോഴത്തേക്ക് തണുത്ത് അങ്ങനെ കൊണ്ടുവരുന്നത്. മിക്കവാറും ബംഗാളികൾ ഇല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകളാണ് കൊണ്ടുവരുന്നത്. ഒരു കാപ്പിക്ക് 24 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇഡ്ഡലി വിത്ത് സാമ്പാർ 3 ഇഡ്ഡലി 55 രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ക്യാൻറ്റീൻ എന്നാണ് അതിൻ്റെ പേര്. എന്നിട്ടത് ഈ മനുഷ്യ സ്നേഹം ഇല്ല അതൊരു സേവനമാണ് പറയുന്നത്. ദോശ സാമ്പാറും 55 രൂപ. ഒരു പൊടിയരി കഞ്ഞിക്ക് 60 രൂപയാണ് പറയുന്നത്. കറികൾക്കൊക്കെ വളരെ വില കുറവാണ്. കടലക്കറി 50, വെജിറ്റബിൾ കുറുമ 60, മുട്ട റോസ്റ്റ് 60. അതുപോലെ ഊണിനൊക്കെ അതുപോലെ ബീഫ് റോസ്റ്റ് 150. സാധനങ്ങളെല്ലാം ഉണ്ട്. വലിയ ഈ സ്റ്റാർ ഹോട്ടലിലെ പോലെയാണ്. സാധാ ഊണിന് 90 രൂപയാണ് അവിടെ ഈടാക്കുന്നത്. സാധാ ഊണിന്. ഉപ്പുമാവിന് 40 രൂപ. ഫിഷ് കറി മീൽസിന് 150 രൂപ. ഇതൊക്കെ പുറത്ത് 100 രൂപയ്ക്കോ 120 രൂപയ്ക്കോ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കും. അത് നമ്മൾ അവിടെ ചെന്നു, അവരുടെ ആ ഹോസ്പിറ്റലിൻ്റെ ഒരു മൈനതനുസരിച്ച് നമ്മൾ അതേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് നിർബന്ധിതരാകുകയാണ്. പക്ഷേ അതിനകത്തുള്ള വൃത്തി ഒരു പ്രശ്നമാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ പോലത്തെ പ്ലാസ്റ്റിക് സാധനത്തിനകത്ത് ഫുഡുകൾ കൊടുക്കാൻ പാടില്ല നമ്മളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇവർ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറുകളിനകത്താണ് ഈ സാധനം പാക്ക് ചെയ്തെല്ലാം മറിച്ച് വേറെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം വെച്ച് മൂടിയാണ് ഓരോ റൂമിലേക്ക് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് ഒരു 11-12 ആകുമ്പോൾ കൊണ്ടുവന്ന് ഉച്ചയ്ക്കുള്ള ചോറാണെങ്കിൽ അവിടെ ഇരുന്ന് തണുത്ത ചൂടുള്ളൊരു ഭക്ഷണം അവിടെ കഴിക്കാൻ അവർ സാധിക്കത്തില്ല. കാരണം ഇത്രയും ഒരാൾ മുകളിൽ കൊണ്ടുവന്ന് ഈ റൂമുകളെല്ലാം കൊടുക്കുന്ന സമയം പോകും. പോരാത്തിന് ഈ പാത്രങ്ങളിലേക്ക് വൃത്തി ആദ്യമൊക്കെ എനിക്കൊരു സംശയം തോന്നി. ചോറ് കൊണ്ടിരുന്നതായാലും ഇഡ്ഡലി കൊണ്ടിരുന്നതായാലും ഇതെല്ലാത്തിനും. അപ്പോൾ അത് ഈ പച്ച നിറത്തിൽ, മഞ്ഞ നിറത്തിൽ, നീല നിറത്തിൽ പല നിറത്തിലുള്ള പ്ലാസ്റ്റിക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നോക്കാനൊരു സമയമില്ല, സന്ദർഭമില്ല, ശ്രദ്ധിക്കുന്നില്ല. കിട്ടുന്നത് കഴിക്കുന്നു. കാരണം അളവ് തീരെ കുറച്ചായാലും പുറത്ത് നമ്മൾ ഒരു പൂച്ചക്കുഞ്ഞിന് കൊടുക്കാനുള്ള ചോറ്. ഇപ്പം ഞാൻ അത്യാവശ്യം ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളൊന്നുമല്ല, എന്നാലും ന്യായമായിട്ട് ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എനിക്ക് അവിടുത്തെ ഊണ് വാങ്ങിച്ചാൽ ഒരു 3 ഊണ് വാങ്ങിച്ചാൽ അത്യാവശ്യം ഒരു വയറിറങ്ങി കഴിക്കാൻ പറ്റും. സാധാരണ ആർക്കായാലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രേ ഉള്ളൂ. ഒരു 2 സ്പൂൺ ചോറ് അത് ആ രോഗിയുടെ ഭാഗമായിട്ടിരിക്കും. പക്ഷേ ഈ രോഗിയുടെ കൂട്ടിരിക്കുന്ന ഈ ബൈസ്റ്റാൻഡറും ഇതേ പീഡ അനുഭവിക്കണം എന്ന് പറയുന്നത് മോശമല്ലേ? പോരാത്തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം പറയാം. ഞാൻ ഈ ഡിസ്ചാർജ് ആകുന്ന ദിവസം 2 ചായ പറഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞൊരു ബംഗാളി പയ്യൻ ഈ വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പം താഴത്തെ ക്യാൻറ്റീനിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചായ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അവളോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഇയാൾ വന്നപ്പോൾ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞാൽ പൈസ ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞു. 72 രൂപ. 2 ചായയും 2 പഴംപൊരി. 2 പഴംപൊരിയും കൂടെ 72 രൂപ ഇയാൾ പൈസയായിട്ട് വാങ്ങിച്ചു. എന്നിട്ട് അത് നമുക്ക് വിരോധമൊന്നുമില്ല, നമ്മൾ സാധനം വാങ്ങിച്ച് കഴിച്ചിട്ടില്ലേ. ഈ ചായ കുടിച്ച് അവസാനിക്കുമ്പോഴാണ് ഇതിനകത്ത് സ്റ്റിക്കറാണോ പാൻപരാഗിൻ്റെ കൂടാണോ ഈ ചായയുടെ ഗ്ലാസ്സിനകത്ത് കണ്ടു. ഇത് അപ്പോൾ തന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റീനെയും ഇയാളെയും വിളിച്ച് കാണിച്ചു. അവിടെ ക്യാൻറ്റീൻ്റെ നടത്തിപ്പുകാരൻ ഉടനെ വരും എന്ന് പറഞ്ഞ് പോയതല്ലാതെ ഇന്നീ നിമിഷം വരെ ക്യാൻറ്റീൻ നടത്തിപ്പുകാരൻ വന്നിട്ടില്ല. ഇത് ഇന്നലെ ഞാൻ നടന്ന സംഭവം നോക്കിയോ, ഈ സമയം വരെ വന്നിട്ടില്ല. അപ്പം അവർക്ക് ഉത്തരവാദിത്തം അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഈ സംഭവം ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഈ നമ്മൾ പുറത്തുനിന്ന് പോയി ഒരു ചായ കൊണ്ടുവരാനോ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയൊരു ഭക്ഷണം കൊണ്ടുവരാനോ നിർവാഹമില്ലാത്ത സ്ഥലത്ത് നമ്മളെ നിർബന്ധിതരാക്കുക. പുറത്ത് 8 രൂപയ്ക്കും 10 രൂപയ്ക്കും കിട്ടുന്ന സാധനം 15 രൂപയ്ക്കും 20 രൂപയ്ക്കും നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും. നമ്മളല്ലേ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിലെ മെനു പോലെയുള്ള മെനു കാർഡുകൾ 2 പേജ് നിറച്ച് മെനു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏത് സൈസ് സാധനം വെച്ചും പറയാൻ കിട്ടും. ഡ്രാഗൺ ചിക്കൻ, ഫിഷ് ഫ്രൈ സൈസ് അനുസരിച്ച് 180 രൂപ, 200 രൂപ, 300 രൂപ എന്നൊക്കെ റേറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യക്കാർ ഒരു പൊടിയരിക്കഞ്ഞിക്ക് 60 രൂപ റേറ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പൊടിയരിക്കഞ്ഞി പോലും സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി അത് കാരണം അവരുടെ ഇൻഫെക്ഷൻ ആകുന്ന പ്രശ്നമോ ഇല്ലെങ്കിൽ അവരുടെ സുരക്ഷയുടെ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ചായയുടെ വീഡിയോ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിക്കും? നമ്മൾ ഒരു രോഗം വരാതിരിക്കാൻ, ഈ രോഗം കണ്ടുപിടിക്കാൻ, രോഗത്തിൽ ചികിത്സിക്കാൻ വേണ്ടി കിടക്കുന്ന ആളുകൾ ആ രോഗത്തിനനുസരിച്ചുള്ള ഭക്ഷണം അവർ തരുമ്പോൾ ഇത് ഈ ഭക്ഷണവും ഔഷധമാണ് വിശ്വസിക്കുന്ന ഒരു സംസ്കാരം നമ്മുടേത്.
അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇത് സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന, സ്വന്തം മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന, ഭാര്യ ഉണ്ടാക്കുന്ന, സഹോദരങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ തരുന്നത് മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ഇത്ര വൃത്തിഹീനമായ രീതിയിൽ പൈസ വാങ്ങിച്ചോട്ടെ, നമുക്കൊരു വിരോധമില്ല, പൈസ വാങ്ങിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള സാധനം കൊടുത്തോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ വൃത്തിഹീനമായ രീതിയിൽ അവിടെയും അതിഥി തൊഴിലാളികളുടെ ഒരു അതിപ്രസരം വളരെ ശ്രദ്ധേയമാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, സാധാരണക്കാരന് ഒരു മെഡിക്കൽ കോളേജോ അല്ലാതെ സർക്കാർ ആശുപത്രിയിലോ ചെറുകിട ആശുപത്രികളിലോ പോയി ഒരു ചികിത്സ അപ്രാപ്യമാണ്. എന്നിട്ടാണ് നമ്മൾ ഘോരം ഈ പറയുന്നത് നമ്മൾ ആരോഗ്യ രംഗത്ത് ഒന്നാം നിരക്കാരാണ്. സത്യമാണ്. നമ്മൾ ഈ നികുതിദായകർ, അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മന്ത്രിമാർക്കും ഇല്ല അങ്ങനെയുള്ള ആളുകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കാനുള്ള ചികിത്സ കൊടുക്കുന്നത് നമ്മളെപ്പോലുള്ള നികുതി അടച്ചിട്ടാണ്. നമുക്ക് ചികിത്സയില്ല. നമ്മൾ എവിടെ പോയി എങ്ങനെ മരിച്ചാലും ഇല്ലെങ്കിൽ ഏത് ചികിത്സാലയം വീട് പണയം വെച്ചാലും കുടുംബം പണയം വെച്ചാലും പ്രശ്നമല്ല. ഇത്തരക്കാർക്ക്, ഈ നേതാക്കന്മാർക്കും ഈ മന്ത്രിമാർക്കും MLA-മാർക്കും ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കും എവിടെയും പോയി ചികിത്സിക്കാം. അതിനുള്ള സംവിധാനമുണ്ട്. എന്ത് കടം മേടിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റം മാറ്റേണ്ടതാണ്. ഇത് മന്ത്രിതലങ്ങളിൽ ഇല്ലെങ്കിൽ ഭരണവർഗങ്ങളിൽ ഇത് എത്തിപ്പെടേണ്ടതാണ്. സാധാരണക്കാരനും ചികിത്സയ്ക്ക് അവകാശമുണ്ട്, അവനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇത് ഇന്ന് ചായ കൊണ്ടു തന്ന ഗ്ലാസിൻ്റെ അവസ്ഥയാണ്. ഇത് വെള്ളം കണ്ടിട്ട് മാസങ്ങളായി എന്ന് നമുക്ക് മനസ്സിലാവും. വളരെ വൃത്തിഹീനമായിട്ട്. സാധാരണഗതിയിൽ നമ്മളിത് ശ്രദ്ധിക്കാറില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇതിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തുള്ള ഇതുണ്ട്. ഇത് പാൻപരാഗിൻ്റെ കൂടാണോ സ്റ്റിക്കറാണോ എന്തായാലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സന്ദർഭയുടെ ആദ്യം ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഈ ആദ്യം ഈ 72 രൂപ ഈ 2 ചായക്കും 2 കടിക്കും വാങ്ങിച്ചെങ്കിൽ ഫൈനൽ ബില്ല് ക്യാൻറ്റീനിൽ നിന്ന് വന്നപ്പോൾ അതിന് 36 രൂപ വേറെയും ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റ് അറിയാതെ തന്നെ നമ്മളെ ചൂഷണം ചെയ്യുക. ഇതിന് ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ഈ ജീവനക്കാർ, അത് അന്യദേശ തൊഴിലാളി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവരും ഈ രോഗികളെ പിഴിയുന്ന, ചൂഷണം ചെയ്യുന്ന സംവിധാനമാണ് പല സ്ഥലത്തും നടക്കുന്നത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ സാധാരണക്കാരെ രക്ഷിക്കാനുള്ള നടപടികളാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് ഈ ഭക്ഷണ രംഗത്ത് വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തണം, ഇല്ലെങ്കിൽ നടക്കണം. സാധാരണക്കാരന് എല്ലാവർക്കും ഭക്ഷണം, നല്ല രീതിയിൽ നല്ല ഭക്ഷണം മിതമായ നിരക്കിൽ കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം, പ്രത്യേകിച്ച് ചികിത്സാ രംഗങ്ങളിൽ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.